ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസ് ദി ലോർഡ്. നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം തൻ്റെ സ്നേഹം മുഴുവൻ ചൊരിഞ്ഞു നൽകി, ദിനവും എന്നെ അനുഗ്രഹിച്ചു വഴി നടത്തുന്നു. ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിച്ചെന്നും തൻ്റെ സഭയെ അനുദിനമെന്നെ പരിപാലിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ യുദ്ധവീരൻ, അവിടുത്തെ ജയിക്കാനാവില്ലാർക്കും ആവില്ലാർക്കും. യഹോവ നിസിക്കൂടെയുള്ള സൈന്യമാം സഭയെ ജയിക്കാൻ ആവില്ലാർക്കും ആവില്ലാർക്കും. സൈന്യങ്ങളുടെ യഹോവ യുദ്ധവീരൻ, അവിടുത്തെ ജയിക്കാനാവില്ലാർക്കും ആവില്ലാർക്കും. യഹോവ നിസിക്കൂടെയുള്ള സൈന്യമാം സഭയെ ജയിക്കാനാവില്ലാർക്കും ആവില്ലാർക്കും. ദൈവം തൻ്റെ സ്നേഹം മുഴുവൻ ചൊരിഞ്ഞു നൽകി, ദിനവും എന്നെ അനുഗ്രഹിച്ചു വഴി നടത്തുന്നു. ഒരു കുടുംബത്തിലെ 70 പേർ മിസ്രയീമിൽ പോയി ഒരു വലിയ രാഷ്ട്രമായി തീർന്നു മടങ്ങി വന്നു. കാനാൻ ദേശമാകെ ഞെട്ടി വിറച്ചു ഉരുകിത്തീർന്നു. ഇസ്രായേലിൻ ദൈവത്തിൻ മുമ്പിൽ അടിപണിയുന്നു. സൈന്യങ്ങളുടെ യഹോവ യുദ്ധവീരൻ, അവിടുത്തെ ജയിക്കാനാവില്ലാർക്കും ആവില്ലാർക്കും. യഹോവ നിസിക്കൂടെയുള്ള സൈന്യമാം സഭയെ ജയിക്കാനാവില്ലാർക്കും ആവില്ലാർക്കും. സൈന്യങ്ങളുടെ യഹോവ യുദ്ധവീരൻ, അവിടുത്തെ ജയിക്കാനാവില്ലാർക്കും ആവില്ലാർക്കും. യഹോവ നിസിക്കൂടെയുള്ള സൈന്യമാം സഭയെ ജയിക്കാനാവില്ലാർക്കും ആവില്ലാർക്കും. ദൈവം തൻ്റെ സ്നേഹം മുഴുവൻ ചൊരിഞ്ഞു നൽകി, ദിനവും എന്നെ അനുഗ്രഹിച്ചു വഴി നടത്തുന്നു. ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിച്ചെന്നും തൻ്റെ സഭയെ അനുദിനമെന്നെ പരിപാലിക്കുന്നു. യെരിഹോ നഗരം നശിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ കനാൻ നാടിൻ്റെ ഹൃദയഭാഗമാണ് ഇസ്രായേൽ കൈവശമായത്. ആധുനിക രീതിയിലുള്ള യുദ്ധതന്ത്രങ്ങൾ തന്നെയാണ് യോശുവയും പിന്തുടർന്നത്. പതിയിരുന്ന ആക്രമണം, രാത്രികാല ആക്രമണം, ശത്രുക്കൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുള്ള മിന്നലാക്രമണം, ശത്രു സൈന്യത്തിൻ്റെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം യോശുവ വെട്ടിക്കളഞ്ഞു. ആ കുതിരകളിൽ ഇസ്രായേൽ ജനം ആകൃഷ്ടരാകാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത്. കാരണം ഇസ്രായേൽ മക്കൾക്ക് അനവധി കുതിര ഉണ്ടാകരുത് എന്ന് ദൈവം മോശ മുഖാന്തരം അരുളി ചെയ്തു. ആവർത്തന പുസ്തകത്തിൽ 17-16 നമുക്കത് കാണാനായിട്ട് സാധിക്കും. കുതിഞ്ഞരമ്പ് വെട്ടിയ കുതിരകൾ യുദ്ധാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നില്ല, എന്നാൽ നടന്ന് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. 11-ാം അധ്യായത്തിൽ അതിൽ 10-ാം വാക്യത്തിൽ പറയുന്നു, ഹാസോർ ആ രാജ്യങ്ങൾക്ക് ഒക്കെയും മൂലസ്ഥാനമായിരുന്നു എന്ന്. അതിൻ്റെ ആശയം ഹാസോർ ആ രാജ്യങ്ങളുടെ തലസ്ഥാനമായിരുന്നു എന്നാണ്. എന്നാൽ ഗിബയോ നിവാസികളല്ലാതെ കനാൻ നാട്ടിലെ മറ്റാരും തന്നെ ഇസ്രായേലിനോട് സഖ്യം ചെയ്യുവാൻ ഒരുമ്പെട്ടിരുന്നില്ല. അവർ മുമ്പോട്ട് വരാതെ യുദ്ധം ചെയ്തതിനാൽ അവരെ എല്ലാം നശിപ്പിക്കുവാൻ യോശുവയ്ക്ക് അവസരം ലഭിച്ചു. ഹാസോറിനെ ചുട്ടുകളഞ്ഞു. മാത്രമല്ല ആ രാജാക്കന്മാരുടെ പട്ടണങ്ങളെല്ലാം വാളിൻ്റെ വായ്ത്തലാൽ നിർമൂലമാക്കി. യഹോവയുടെ ദാസനായ മോശ കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു. അതെ,
അതെ, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവരെ നിർമൂലമാക്കുവാനും കരുണ കൂടാതെ നശിപ്പിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം അവർ നെഞ്ചിലൊപ്പിച്ച് ഇസ്രായേലിൻ്റെ യുദ്ധത്തിന് പുറപ്പെടേണ്ടതിന് യഹോവ സംഗതി വരുത്തിയിരുന്നു. ഏറെ കാലം യോശുവ യുദ്ധം ചെയ്തു. അനാക്യ മല്ലന്മാരെയും യോശുവ സംഹരിച്ചു. ഏകദേശം 40 വർഷം മുമ്പ് കനാൻ രാജ്യം ഒറ്റുനോക്കുവാൻ പോയവരെ സംബന്ധിച്ചിടത്തോളം ഈ അനാക്യ മല്ലന്മാർ അവരുടെ മുമ്പിൽ അവർക്ക് കേവലം വെട്ടുക്കിളി മാത്രമായിരുന്നു. സംഖ്യാപുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അവരെ ജയിക്കുക അസാധ്യമെന്ന് അവർ ചിന്തിച്ചു. സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ ഈ മല്ലന്മാർ വെറും വെട്ടിക്കിളികളെ പോലെ ആയിരിക്കുന്നു എന്ന് അന്നത്തെ ഒറ്റുകാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ദൈവം തങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ അനാക്യ മല്ലന്മാരെ നിഷ്പ്രയാസം അവരെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് കാലേബും യോശുവയും അന്ന് പ്രഖ്യാപിച്ചു. അക്കാര്യം അവർ പ്രവൃത്തി പദത്തിലെത്തിക്കുകയും ചെയ്തു. ഇങ്ങനെ യുദ്ധം തീർന്നു. അവിടെ സ്വസ്ഥത വന്നു എന്ന് നാം കാണുന്നു. കർത്താവിന് സ്തോത്രം. സർവശക്തനായ ദൈവം കൂടെ ഉണ്ടെങ്കിൽ വൻ വിജയം തന്നെ സാധിക്കും. ദൈവത്തിൻ്റെ പൈതലുകൾ എല്ലാവരും തന്നെ പോർക്കളത്തിലാണ്. നമുക്ക് പോരാട്ടമുള്ളത് ആരോടാണ്? അതെ, നമുക്ക് ഇന്ന് ആ വാക്യം പഠിക്കാം. എഫെസ്യർ 6:12. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. എഫെസ്യർ 6:12. ദൈവം തൻ്റെ സ്നേഹം മുഴുവൻ ചൊരിഞ്ഞു നൽകി, ദിനവും എന്നെ അനുഗ്രഹിച്ചു വഴി നടത്തുന്നു. ഗോഡ് ബ്ലെസ് യു.